ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അച്ചു വേദു വ്ളോഗ്സ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബനാന കേക്കാണ്. റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം നമ്മളിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, കുറച്ച് ഉപ്പ്, ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ ഇതേപോലെ അരിപ്പയിലിട്ട് 2-3 പ്രാവശ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ മിക്സിയുടെ ജാറിൽ 1/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ 2 ഗ്രാമ്പും കൂടി ഇടാണ്. ഇത് നന്നായി ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ഇനി നമ്മളൊരു 1/2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലാണ്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാരയും ഗ്രാമ്പൂല്ലേ അതും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിക്കുന്നത്. ഇനി അതും ജസ്റ്റ് ഒന്ന് മിക്സ് ആവില്ല, ബട്ട് സ്റ്റിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ മാഷ്ഡ് ബനാനാസ് ഞാൻ 2 എടുത്തിരിക്കുന്നത്. റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടിട്ട് നന്നായിട്ട് നമുക്ക് പൾസ് ബട്ടൺ ഞെക്കി ഒന്ന് ഇതേപോലെ നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് പൾസ് ബട്ടൺ പ്രസ് ചെയ്ത് കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ മാവ് കിട്ടേണ്ടത്. ഇനി ഇത് ഞാൻ മേയേഴ്സിൻ്റെ ഒരു ബേക്കിംഗ് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ആക്ച്വലി ബട്ടർ പേപ്പറിൻ്റെ ആവശ്യമില്ല കേട്ടോ. കേക്ക് ഈസി ആയിട്ട് അൺമോൾഡായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് താഴെ കുറച്ച് കാഷ്യൂസ് ഇടാണ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. കേട്ടോ, നല്ല ഫ്ലോയി കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ ഇരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ട് ഇതേപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി അതിന് മുകളിലും കുറച്ച് കാഷ്യൂസ് ഞാൻ ഇടുകയാണ്, കഴിക്കുമ്പോൾ ഒന്ന് ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇനി നമ്മളിത് ബേക്ക് ചെയ്യുന്നത് ആക്ച്വലി സ്റ്റൗവിൽ വെച്ചിട്ടാണ് കേട്ടോ. എയർ ഫ്രയറിലുള്ളവർ അല്ലെങ്കിൽ ഓവനുള്ളവർക്ക് അങ്ങനെയും ബേക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ആദ്യം ബേക്ക് ചെയ്യാൻ വേണ്ടി ഇതേപോലൊരു പാത്രം പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് 5 മിനിറ്റ്. അതിലേക്ക് ഇതേപോലെ ഒരു റിങ് ഇറക്കി വെച്ച് കൊടുക്കുക. ഇനി നമ്മുടെ ബേക്കിംഗ് ട്രേ അതിലേക്ക് ചെരിയാതെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ കേക്ക് കുക്കായി വരുന്നവരെ നമുക്ക് ചെയ്തെടുക്കാം. ഈ കേക്ക് കുക്കായി എന്ന് പറയാൻ ജസ്റ്റ് ഒരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കിയാൽ മതി. അത് ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതായി എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് നമുക്ക് കിട്ടുക. ശരിക്കും പൊടിഞ്ഞു പോകും, അങ്ങനത്തെ കേക്കാണ്. അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്